കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ വെള്ളക്കെട്ട്. റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചതുപ്പ് നിലം നികത്തിയത് വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, യാത്രക്കാർക്കൊരു പ്രതിസന്ധിയാണ് ഈ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും മാർഷല്, ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയും ശക്തമായ മഴയിൽ ഈ വഴിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇപ്പോഴും മഴ അനുഭവപ്പെടുന്നുണ്ട് തലശ്ശേരി ഭാഗങ്ങളിൽ. അപ്പോൾ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഈ ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന വഴിയിൽ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ വഴിയിലൂടെ വളരെ വേഗം അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മതിലിനോട് ചേർന്ന് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയാണ് ഇപ്പോൾ ആളുകൾ ആ വഴിക്ക് ഈ പ്രദേശത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമാണ്. ഇപ്പോൾ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് അടക്കം നേരത്തെ ഇന്നലെ രാത്രി അനുഭവപ്പെട്ടതിന് സമാനമായ രീതിയിൽ ഇന്നും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിവേഗം എത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം, വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയാത്തൊരു സ്ഥിതി നിലനിൽക്കുന്നു എന്നതാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. അവിടെയൊക്കെ തന്നെ വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂപപ്പെടുന്നുണ്ട്. ഏതായാലും ശാശ്വതമായ പരിഹാരം, പ്രത്യേകിച്ചും റെയിൽവേ വികസനം നടക്കുന്നുണ്ട്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അമൃത് പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് വലിയ വികസന പ്രവർത്തികളാണ് ആ പ്രദേശത്തടക്കം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴ ഇപ്പോൾ എത്തിയ സമയത്ത് തന്നെ ഈ രീതിയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ മഴക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ ജൂൺ മാസം എത്തുമ്പോൾ വലിയ രീതിയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ വീണ്ടും അത് വലിയ ആശങ്കയാണ് അവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് എന്നതാണ്.